നാമൊക്കെ നിസ്കരിക്കുന്നവരും ആ കാര്യത്തിൽ ജാഗ്രത പുലർത്തുന്നവരുമായിരിക്കും. എന്നാലും അതൊന്നുകൂടെ സ്മരിപ്പിക്കുന്നത്, ഓർമ്മിപ്പിക്കുന്നത് സ്വാഭാവികമായും ആ കർമ്മത്തിൻ്റെ നിർവഹണത്തിൽ നമുക്ക് ശുഷ്കാന്തിയും ഒന്നുകൂടെ ഊർജ്ജസ്വലതയും പ്രദാനം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഫദക്കിർ, നബിയെ അങ്ങ് ഓർമ്മിപ്പിക്കണം. ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ, ഓർമ്മിപ്പിക്കുന്നത് സത്യവിശ്വാസികൾക്ക് ഉപകാരപ്പെടുമെന്നാണ് അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹു പറഞ്ഞത്. തന്നെയുമല്ല, ഈമാനിനെപ്പോലും നിങ്ങൾ പുതുക്കണം. നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ, നിങ്ങളുടെ ക്രയവിക്രയങ്ങൾക്കിടയിൽ, കച്ചവടങ്ങൾക്കിടയിൽ, ജോലികൾക്കിടയിൽ നിങ്ങളുടെ ഹൃദയാന്തരാളങ്ങൾക്കുള്ളിൽ സൂക്ഷിക്കേണ്ട ഈമാനിന് കറ പിടിക്കാൻ സാധ്യതയുണ്ട്, പൊടി പിടിക്കാൻ സാധ്യതയുണ്ട്, ചെളി പുരളാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജദ്ദിദു ഈമാനക്കും, നിങ്ങളുടെ ഈമാനിനെ ഇടക്കിടക്ക് നിങ്ങളിങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കണമെന്ന് ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നിസ്കാരത്തെ സംബന്ധിച്ചും നമ്മുടെ ഈ ചർച്ച ആ ഒരു പുതുക്കലാണ്, ആ ഒരു റീഫ്രഷ്മെന്റ് ആണ്. ഞാനും നിങ്ങളും നിർവഹിക്കുന്ന മനോഹരമായ നിസ്കാരങ്ങൾക്കൊന്നുകൂടെ മാനസികമായ സംതൃപ്തിയും ഉല്ലാസവും ലഭ്യമാകുവാനാണ് ഈ ചുരുങ്ങിയ വേളയിൽ നിസ്കാരത്തെ സംബന്ധിച്ച് നാം ചർച്ച ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഈ സംസാരത്തിൻ്റെ പ്രാരംഭത്തിൽ വിശുദ്ധ ഖുർആനിലെ പ്രധാനമായ ഒരു സൂറത്തിൻ്റെ ചില പ്രാഥമിക വചനങ്ങൾ ഓതി കേൾപ്പിക്കുകയുണ്ടായി. ആ സൂറത്തിൻ്റെ പേര് അൽ മുഅ്മിനൂൻ എന്നാണ്. ഖുർആനിലെ ഈ നാമകരണം വളരെ അത്ഭുതകരമാണ് എന്നാണ് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ എന്താണോ ആ സൂറത്തിൻ്റെ ഉള്ളടക്കത്തിലുള്ളത് ആ കാര്യം സ്പഷ്ടമായി പ്രതിബിംബിക്കുന്ന ഒരു നാമകരണമാണ് അല്ലാഹു തആല ഈ സൂറത്തിന് നൽകിയിട്ടുള്ളത്. ബാക്കിയുള്ള സൂറത്തുകളുടെയൊക്കെ പേര് അൽ ബഖറയും അൽ അൻകബൂത്തും അൻ നംലും ചില പ്രവാചകന്മാരുടെ നാമങ്ങളും ചില നാടുകളുടെ നാമങ്ങളും ഒക്കെയാണ്. എന്നാൽ അല്ലാഹു തആല ഈ സൂറത്തിന് പേരിട്ടിരിക്കുന്നത് അൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ എന്നതാണ്. ഇസ്ലാമിന്റെ രണ്ടാം ഖലീഫ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ ഹബീബിന് വഹി ഇറങ്ങുന്ന രംഗം ഞങ്ങൾ വീക്ഷിക്കാറുണ്ട്. മദീനയിലെ പള്ളിയിൽ നിശബ്ദമായ വേളയിൽ, ഒരു സൂചി വീണാൽ കേൾക്കുന്ന നിശബ്ദമായ വേളയിൽ മാലാഖയായ ജിബ്രീൽ അലൈഹിസ്സലാമിൽ നിന്ന് അല്ലാഹുവിന്റെ ഹബീബിന് വഹി ഇറങ്ങുന്നത് ഞങ്ങൾ അറിയാറുണ്ട്. ആ നിശബ്ദതയിൽ ഞങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ ഞങ്ങൾക്ക് കേൾക്കാൻ കഴിയും, തേനീച്ചകൾ മുരളുന്നത് പോലെ, അവരുടെ സീൽക്കാരം പോലെയുള്ള ഒരു ശബ്ദം ഞങ്ങൾക്ക് മനസ്സിലാകും. ആദരവായ പ്രവാചകർക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വഹി നൽകിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞങ്ങൾ കാത്തിരിക്കും. ഒരല്പസമയം കഴിഞ്ഞാൽ ഞങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് എന്താണോ അവിടത്തേക്ക് പുതുതായി അവതരിച്ചിട്ടുള്ളത് ആ കാര്യം ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ വഹി ഇറങ്ങുകയാണ്. ഞങ്ങൾ കുറെ നേരം കാത്തുനിന്നു. ഞങ്ങളുടെ മുമ്പിൽ അവിടുന്ന് എഴുന്നേറ്റ് നിന്നു. ഞങ്ങൾ ഇങ്ങനെ കാതോർത്തിരിക്കുന്നു, എന്താണ് ആ ചെഞ്ചുണ്ടുകൾ മന്ത്രിക്കുന്നത് എന്ന്, എന്ത് പുതിയ കാര്യമാണ് ഞങ്ങളോട് അവിടുന്ന് പറയുന്നത് എന്ന്. പക്ഷേ അവിടുന്ന് മൗനമായിട്ടിരിക്കുകയാണ്. ഒരുപാട് സമയത്തെ മൗനത്തിന് ശേഷം ഞങ്ങളോട് അവിടുന്ന് ഓതുകയാണ്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അത്ഭുത സ്തബ്ധരായിരിക്കുന്ന ആ വചനങ്ങളുടെ മാസ്മരികതയിൽ ലയിച്ചിരിക്കുന്ന ആ സ്വരരാഗസുധയിൽ സർവവും മറന്നിരിക്കുന്ന അനുയായികളോട് അവസാനം പ്രവാചകർ പറയുകയാണ്, ഇത് സത്യവിശ്വാസികളുടെ അടയാളങ്ങളാണ്. ആരാണിത് അവരുടെ ജീവിതത്തിൽ നിലനിർത്തിയത്? അവർ സ്വർഗത്തിൽ കടന്നവരാണ്, അല്ലാത്തവരോ പരാജയപ്പെട്ടവരുമാണ്. ഞങ്ങളെല്ലാം ഇങ്ങനെ അത്ഭുതത്തോടെ ഇരിക്കുമ്പോ, കാരണം
ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നിർബന്ധമായും സൂക്ഷിക്കേണ്ട അടയാളങ്ങൾ മണിമണിയായി ഒന്നൊഴിയാതെ ഞങ്ങളുടെ മുമ്പിൽ ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞത് അത്ഭുതത്തോടെ ഞങ്ങൾ കേട്ടിരിക്കുമ്പോ ഇരു കരങ്ങളും ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ സിദ്നാ, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ വർദ്ധിച്ച രീതിയിൽ നിന്റെ അനുഗ്രഹം നൽകണമേ, വലാ തൻഖുസ്നാ, ഞങ്ങൾക്കൊരനുഗ്രഹത്തിലും നീ കുറവ് വരുത്തല്ല റബ്ബേ, വഅക്രിംനാ, സർവ ബഹുമാനങ്ങളും ഞങ്ങൾക്ക് നീ നൽകണമേ, വലാ തുഹിന്നാ, ഈ കാര്യങ്ങൾ നിർവഹിക്കുവാൻ കഴിയാത്തവരായി ഞങ്ങളെ നീ നിസാരപ്പെടുത്തല്ലേ അല്ലാ, വഅഅതിനാ, നിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നീ നൽകണമേ, വലാ തഹ്രിംനാ, ഒന്നും ഞങ്ങൾക്ക് നീ തടയല്ല അല്ലാ. തീർന്നില്ല, അല്ലാഹുമ്മർലന, അല്ലാഹുവേ ഞങ്ങളോട് നീ സംതൃപ്തിയുള്ളവനാകണം, വർള അന്നാ, ഞങ്ങളെ സംബന്ധിച്ച് നീ തൃപ്തിപ്പെടുകയും ഞങ്ങൾക്ക് നീ സംതൃപ്തനാവുകയും ചെയ്യണമേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ആ സൂറത്തിന്റെ പ്രാഥമിക വചനങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് ഓതിക്കൊടുക്കുകയാണ്. എന്താണ് അവിടുന്ന് പറഞ്ഞത്? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ തീർച്ചയായും വിജയം പ്രാപിച്ചവരാണ്. ഇത് ഇസ്ലാമിന് മാത്രം പറയാൻ കഴിയുന്ന, തമ്പുരാനായ അല്ലാഹുവിന് മാത്രം പ്രഖ്യാപിക്കുവാൻ കഴിയുന്ന, ഇരുലോകത്തും പരലോകത്ത് മാത്രമല്ല ദുന്യാവിലും ആഖിറത്തിലും വിജയത്തിന്റെ കുത്തകാവകാശികൾ അൽ മുഅ്മിനൂൻ, അത് സത്യവിശ്വാസികൾ മാത്രമാണ്. ഇസ്ലാമിന്റെ മുദ്രാവാക്യമാണ് പ്രിയപ്പെട്ടവരെ വിജയം എന്ന് പറയുന്നത്. വിജയത്തിലേക്ക് വരൂ, ഹയ്യ അലസ്വലാ, ലോകത്തെവിടെയൊക്കെ മുസ്ലിങ്ങളുണ്ടോ അവരുടെ ആരാധനാലയങ്ങളായി നിലകൊള്ളുന്ന അല്ലാഹുവിന്റെ ഭവനങ്ങളായ കോടാനക്കോടിക്കണക്കിന് വരുന്ന പള്ളികളുടെ മിനാരങ്ങളിലൂടെ ഈ ലോകം മുഴുവൻ വിശ്വാസികളും വിശ്വാസമില്ലാത്തവരും ഏതു മതസ്ഥരാണെങ്കിലും അവർ കേൾക്കുന്നത് എന്താണ്? ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരൂ എന്നതാണ്. വേറെ ആർക്കാണെന്ന് പറയാൻ കഴിയുക? മുസ്ലിങ്ങൾക്കല്ലാതെ, എനിക്കും നിങ്ങൾക്കുമല്ലാതെ ആർക്കാണ് ഈ വിജയത്തിലേക്ക് ലോകത്തെ വിളിക്കുവാൻ കഴിയുക? ആ വിജയത്തിലേക്കുള്ള വിളിയാളം എങ്ങനെയാണ്? ഹയ്യ അലസ്സലാഹ്, നിങ്ങൾ നിസ്കാരത്തിലേക്ക് വരൂ, നിങ്ങൾ വിജയത്തിലേക്ക് വരൂ. അത്രയും പ്രാധാന്യമാണ്. നിസ്കാരമാണ് വിജയത്തിന്റെ നിദാനമെന്നാണത് സൂചിപ്പിക്കുന്നത്. ഈ ലോകത്ത് മുസ്ലിമായി പിറന്നു വീഴുന്ന ആണാവട്ടെ പെണ്ണാവട്ടെ, അവർക്ക് സംസാരിക്കാൻ കഴിയുന്നതിന്റെ മുൻപ്, അവർക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നതിന്റെ മുമ്പ്, പ്രസവിച്ച ഉടനെ ആദ്യമായിട്ടവർ കേൾക്കേണ്ട ശബ്ദമെന്ന് പറയുന്നത് അവരുടെ വലത്തെ കാതിലെ നിസ്കാരത്തിന്റെ സന്ദേശമാണ്. അവരുടെ ഇടത്തെ കാതിലാണെങ്കിലോ ഖദ് ഖാമ നിസ്കാരത്തിന്റെ സമയം ഇതാ ആസന്നമായിരിക്കുന്നു. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിസ്കാരത്തിലേക്കുള്ള വിളി പോലും വിജയത്തിലേക്കുള്ള വിളിയായി കണക്കാക്കപ്പെടേണ്ട ഒന്നാണ്. ബാങ്ക് വലിയൊരു അത്ഭുതമാണ്. ബാങ്കിന് വലിയ മഹത്വങ്ങളുണ്ട്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ സംസ്കാരത്തോട്, നമ്മുടെ രീതികളോട്, മുസ്ലിം സമുദായത്തെ ഏകോപിപ്പിക്കുന്ന സംവിധാനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒന്നായിട്ട് നാം എഴുതുകയും പറയുകയും എപ്പോഴും ഓർക്കുകയും ചെയ്യുന്ന വഹയിന്റെ വചനങ്ങളാണ് ബാങ്കിലുള്ളത്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്, ലോകത്ത് പറയപ്പെടുന്നതിൽ ഏറ്റവും
ഏറ്റവും നല്ല വാക്ക് മൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് വിളിക്കപ്പെടുന്നവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവനായിട്ട് ആരാണുള്ളത്? ആ നല്ല വാക്കിന്റെ വിളിയാളം ബാങ്ക് കൊടുക്കലാണ് എന്നും ബാങ്കിലേക്കുള്ള വിളിയാളമാണെന്നും പണ്ഡിതന്മാർ പറഞ്ഞത് നമുക്ക് കാണുവാൻ കഴിയും. ബാങ്കിന്റെ ശബ്ദമാണത്. കാറ്റ് സ്റ്റീവൻസ് എന്ന് പറഞ്ഞ സുപ്രസിദ്ധനായ ഒരു പോപ്പ് ഗായകനുണ്ടായിരുന്നു. പോപ്പ് ഗായകൻ എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരിക മൈക്കൽ ജാക്സനെ ആയിരിക്കും. കാരണം നമ്മുടെയൊക്കെ ഈ തലമുറ നന്നായിട്ട് ആസ്വദിക്കുക എന്നല്ല, പഠിക്കുകയും കാണുകയും ചെയ്ത ഒരാളാണ് മൈക്കൽ ജാക്സൺ. മൈക്കൽ ജാക്സൺ പോപ്പ് സംഗീതത്തിലൂടെ അനുഭവിച്ച നേടിയെടുത്ത നേട്ടങ്ങളും പ്രശസ്തികളുമൊക്കെ അദ്ദേഹത്തിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് പത്രങ്ങളിലൂടെ വായിച്ചവരാണ് നമ്മളൊക്കെ. അത്രയും പ്രശസ്തനായ ആളുകളുടെ ആരാധനാ പുരുഷനായിരുന്ന വ്യക്തിയാണ് കാറ്റ് സ്റ്റീവൻസ്. അദ്ദേഹം ബ്രിട്ടനുകാരനായ അദ്ദേഹം പാശ്ചാത്യൻ ലോകത്ത് സംഗീതത്തിലൂടെ പ്രസിദ്ധനായി. ഒരിക്കൽ അദ്ദേഹം മുസ്ലിം രാജ്യമായ മൊറോക്കോ സന്ദർശിക്കുവാൻ വേണ്ടി പോയി. അദ്ദേഹം അവിടുത്തെ തെരുവോരത്തിലൂടെ കടന്നു പോകുമ്പോ പള്ളിയിൽ നിന്ന് ബാങ്കിന്റെ വിളിയാളം കേട്ടു. ഹയ്യ അലൽ ഫലാഹ്. കൂടെയുള്ളവരോട് അദ്ദേഹം ചോദിച്ചു, ഇതെന്താണ് ഇങ്ങനെ ഒരു മ്യൂസിക്? ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണല്ലോ. കൂടെയുള്ള ഒരു കൂട്ടുകാരൻ വിശദീകരിച്ചു കൊടുത്തു, ദിസ് ഈസ് ദ മ്യൂസിക് ഓഫ് ഗോഡ്. ഇത് ദൈവത്തിന്റെ സംഗീതമാണ്. അദ്ദേഹം തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. മ്യൂസിക് ഓഫ് ഗോഡ്, ദൈവത്തിനൊരു സംഗീതമോ? എന്തുകൊണ്ടെന്നാൽ മ്യൂസിക് ഫോർ മണി, പണത്തിന് വേണ്ടിയുള്ള സംഗീതം എനിക്കറിയാം. മ്യൂസിക് ഫോർ മാൻ പവർ, മനുഷ്യന്റെ അധികാരത്തിനും ശക്തിക്കും വേണ്ടിയുള്ള സംഗീതത്തെക്കുറിച്ച് എനിക്കറിയാം. ഇതെന്താ ഇങ്ങനെ ഒരു സംഗീതം? ഞാൻ അത്ഭുതപ്പെട്ടു പോയി. 976 അദ്ദേഹം തിരിച്ചു പോവുകയും അദ്ദേഹത്തിന്റെ ഹോളികൾ ആഘോഷിക്കാൻ വേണ്ടി, ഒഴിവ് സമയം ആഘോഷിക്കുവാൻ വേണ്ടി കാലിഫോർണിയയിലെ ഒരു കടൽ തീരത്ത് അദ്ദേഹം ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുമ്പോ കടലിലെ തിരമാല അദ്ദേഹത്തെ ഇങ്ങനെ അകറ്റി ആഴിയുടെ അടിത്തട്ടിലേക്ക് കൊണ്ടുപോയി. മരണം കൺമുമ്പിൽ കാണുമ്പോ അദ്ദേഹം വിളിച്ചു, ഓ മൈ ഗോഡ്, എന്റെ ദൈവമേ, ഇഫ് യു സേവ് മീ, എന്നെ നീ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ ഐ വിൽ വർക്ക് ഫോർ യു, ഞാൻ നിനക്ക് വേണ്ടി പണിയെടുക്കാൻ ദൈവമേ. അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. ഏതോ ഒരു തിരമാല എന്നെ ഇങ്ങനെ തള്ളി 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 കരയിലേക്ക് കൊണ്ടുവന്നു. ഞാൻ ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങി. ഞാൻ ബുദ്ധമതത്തെ കുറിച്ച് പഠിച്ചു, ഞാൻ ജൂതമതത്തെ കുറിച്ച് പഠിച്ചു. അതിനിടയിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ, എൻ്റെ ഒരു സഹോദരൻ, അദ്ദേഹം ജെറൂസലേമിൽ പോയി മടങ്ങി വരുമ്പോൾ കൊണ്ടുവന്ന ഒരു ഖുർആൻ എനിക്കവൻ തന്നു. ഞാനൊരു സുഹൃത്തിനെ ഉപയോഗിച്ചുകൊണ്ട് ആ ഖുർആനിലെ ഒരു അധ്യായം പഠിക്കാൻ തുടങ്ങി. അലിഫ് ലാം റ തിൽക ആയാതുൽ കിതാബിൽ മുബീൻ എന്ന് തുടങ്ങുന്ന വഇദ് ഖാല യൂസുഫ് ലി അബി യാ അബതി ഇന്നി റഅയ്തു അഹദ അശറ കൗകബൻ വശംസ വൽ ഖമറ റഅയ്തുഹും ലി സാജിദീൻ. സൂറത്ത് യൂസുഫ് അലൈഹിസ്സലാമിന്റെ സംഭവബഹുലമായ ജീവിതം അവതരിപ്പിക്കുന്ന സൂറത്ത് എൻ്റെ സഹോദരൻ മുഖേന ഞാൻ പഠിച്ചു, എൻ്റെ ഒരു സുഹൃത്ത് മുഖേന ഞാൻ അറിഞ്ഞു. ഞാൻ അല്ലാഹുവിലേക്കെടുത്തു. 978 അദ്ദേഹം മുസ്ലിമായി. ഇന്നും ലോകത്തറിയപ്പെടുന്ന ഇസ്ലാമിക പ്രബോധകനായ യൂസുഫ് നബിയുടെ പേര് സ്വീകരിച്ച ഷെയ്ഖ് യൂസുഫുൽ ഇസ്ലാം എന്ന് പറയുന്ന ബുർദ പാടുന്ന, ത്വലൽ ബദ്ർ പാടുന്ന, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ആ വലിയ മനുഷ്യനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത് ഹയ്യ അലൽ ഫലാഹ്,
നിസ്കാരത്തിന്റെ പ്രാരംഭമായ നമ്മുടെ സംസ്കാരങ്ങളുടെ അടയാളമായ ബാങ്കിന്റെ വിളിയാളമാണ്, നാദമാണ്. പ്രിയപ്പെട്ടവരെ, ലാ യസ്മഉ നിദാഉൽ മുഅദ്ദിനി ഇല്ലാ ജിന്നും വലാ ഇൻസുൻ വലാ ഷൈഉൻ. ഈ ലോകത്ത് ബാങ്ക് കൊടുക്കുന്ന ഒരാളുടെ ശബ്ദം ജിന്ന് കേട്ടാൽ, ഒരു മനുഷ്യൻ കേട്ടാൽ, ആ കൊടുക്കുന്നയാൾക്ക് വേണ്ടി നാളെ പരലോകത്ത് വെച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ എല്ലാം സാക്ഷി പറയുമെന്ന് ആദരവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന്റെ പ്രാധാന്യപൂർവം കാണേണ്ട ഒരു ഘടകമാണ് ബാങ്ക് എന്ന സംസ്കാരം. ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ ബാങ്ക് വിളിക്കണേ, നിങ്ങൾ ഇഖാമത്ത് വിളിക്കണേ. സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മൻ സ്വല്ലാ ബി അർളി ഫലാത്ത്. ഒരാൾ ഒരു മരുഭൂമിയിൽ വെച്ച് നിസ്കരിക്കുകയാണെങ്കിൽ, സ്വല്ലാ അൻ യമീനിഹി മലക്കുൻ, ഒറ്റക്കവൻ നിസ്കരിക്കുകയാണെങ്കിലും, എന്തുകൊണ്ടെന്നാൽ എവിടെയും നിസ്കരിക്കാനുള്ള സമ്മതം അല്ലാഹുവിന്റെ റസൂല് നൽകിയല്ലോ. എന്റെ പ്രത്യേകതകളിൽ ഒന്നാണ് ജുഇലത്തിൽ അർളു മസ്ജിദൻ വതുഹൂറാ. എനിക്ക് ഈ ഭൂമി മുഴുവൻ നിസ്കാരയോഗ്യമാക്കി അല്ലാഹു തആല നൽകിയിരിക്കുകയാണ്. അങ്ങനെ ഒറ്റക്കൊരാൾ എവിടെയെങ്കിലും വെച്ച് നിസ്കരിക്കുകയാണെങ്കിൽ അവന്റെ വലതുഭാഗത്തൊരു മലക്ക് നിസ്കരിക്കും, ഇടതുഭാഗത്ത് മറ്റൊരു മലക്ക് നിസ്കരിക്കുന്നതാണ്. ആ നിസ്കാരത്തിന്റെ മുമ്പ് അവൻ ബാങ്ക് വിളിച്ചാൽ, അവൻ ഇഖാമത്ത് വിളിച്ചാൽ, സ്വല്ലാ വറാഅഹു, അവന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കുന്നു. അംസാലുൽ ജിബാലി മിനൽ മലായിക, പർവ്വതങ്ങൾക്ക് സമാനരായി മലക്കുകൾ അവന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം